ഇന്നലെ തെളിവെടുപ്പ് നടന്നു. ഒരു കാര്യവും ബാക്കിയാക്കാതെയുള്ള നിശ്ചിതമായ തെളിവെടുപ്പാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അശ്വിൻ പാലാഴി ചേർത്തലയിൽ നിന്നും തത്സമയം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, നമുക്കൊരു നടുക്കമുണ്ടാക്കുന്ന സംഭവമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. പറയൂ. ഇന്നലെ 7 മണിക്കൂറാണ് ഈ സ്ഥലത്ത് തെളിവെടുപ്പ് നടന്നത്. ആ തെളിവെടുപ്പിൽ ഈ ഹാൻഡ് ബാഗും ഒപ്പം ചില അസ്ഥികഷ്ണങ്ങളും അല്ലാതെ പ്രത്യേകിച്ചൊന്നും, ഒരു കൊന്തയുമല്ലാതെ പ്രത്യേകിച്ചൊന്നും അന്വേഷണം സഹായിക്കുന്ന രീതിയിലൊന്നും കണ്ടെത്താനായിട്ടില്ല. പ്രതിയും തീരെ സഹകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസം മാത്രമാണ് സെബാസ്റ്റിൻ്റെ കസ്റ്റഡി കാലാവധി അവശേഷിക്കുന്നത്. ഈ 2 ദിവസത്തിനുള്ളിൽ അന്വേഷണത്തിന് ഗുണകരമാകുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ജയനമ്മ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഗുണകരമാകുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയും അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ അന്വേഷണ സംഘത്തിൽ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ 3 തിരോധാന കേസുകൾക്കും പിന്നിൽ സെബാസ്റ്റിനാണ്, സെബാസ്റ്റിന് അതിൽ വ്യക്തമായ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പാണ്. പക്ഷേ അതിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള തെളിവുകൾ ഒപ്പം ഇയാളുടെ ഭാഗത്തു നിന്നുള്ള മൊഴികളൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. അത് കണ്ടെത്താൻ വലിയ പാടുമാണ്. ഏറ്റവും പ്രധാനമായി കണ്ടെത്തേണ്ടത് ഈ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ മൃതദേഹം എവിടെ മറവ് ചെയ്തു, എവിടെ നിന്നാണ് ഈ അസ്ഥി കഷ്ണങ്ങൾ വീട്ടിൽ കൊണ്ട് രണ്ടാമത് ഈ തീ കൊളുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. എവിടെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് അല്ലെങ്കിൽ ഇത് കത്തിച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ജയനമ്മയുടെ മൊബൈൽ ഫോൺ എവിടെയാണ് എന്നുള്ള ഒരു കാര്യം ഇതുവരെ വ്യക്തതയില്ല. ഈ മൊബൈൽ ഫോൺ ഈരാറ്റുപേട്ടയിലെ ഒരു മൊബൈൽ സ്ഥാപനത്തിൽ 99 രൂപയ്ക്ക് റീചാർജ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റിനെ ഈ ജയനമ്മ തിരോധാന കേസിൽ പിടിയിലാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട പിടിവള്ളിയായത് അതാണ്. പക്ഷേ അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം കണ്ടെത്തിയെങ്കിലും മൊബൈൽ ഫോൺ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താനായില്ല. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് ഇതിൽ മറ്റാളുകളുടെ സംശയമാണ്. അതായത് സെബാസ്റ്റിൻ ഒറ്റയ്ക്ക് ഈ കൃത്യം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് ഇന്നലത്തെ തെളിവെടുപ്പോടുകൂടി കുറച്ച് അല്പം വ്യക്തമായിട്ടുണ്ട്. കാരണം ഈ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ അത് ടൈലുകൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയതാണ്. അത് കാലപ്പഴക്കമുള്ള രക്തക്കറയാണ്, കണ്ണുകൾ കൊണ്ട് കണ്ടെത്താനാവുന്നതായിരുന്നില്ല. ഫോറൻസിക് സംഘമാണ് ഈ രക്തക്കറ കണ്ടെത്തിയത്. ഒപ്പം ഈ രക്തക്കറ അവിടെ നിന്ന് മായ്ച്ചു കളയാൻ ഉപയോഗിച്ച സ്ക്രബ്ബറും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ക്രബ്ബറിലും രക്തക്കറയുടെ അവശേഷിപ്പുണ്ട്. ഇതൊക്കെ ഫോറൻസിക് സംഘത്തിൻ്റെ പരിശോധനയിലാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ എന്തെങ്കിലും അതിക്രമം നടത്തുന്നത് ഒറ്റയ്ക്കാണ് എന്ന് കരുതുന്നില്ല. എന്തായാലും അതിൽ വിശദമായ പരിശോധനയാണ് ഇനി നടക്കേണ്ടത്. 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്കൊരു അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.